ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലേക്ക് പോകുന്നതും അവിടെ നമ്മൾ എന്തൊക്കെ ഇതാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ആഗ്രഹിച്ചാണ് അമ്പലപ്പുഴയിലേക്കൊന്ന് പോകണം എന്നുള്ളത്. പക്ഷേ എന്തോ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഞാൻ ഇറങ്ങിയപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരണം മഴ പെയ്യരുത്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ചുറ്റുകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ദൈവം സഹായിച്ച് നല്ല വെയിലുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചാലുണ്ടെങ്കിലും പിന്നീട് വെയിൽ വന്നപ്പോൾ തന്നെ ശ്രീ സൺസ്ക്രീനൊക്കെ ഇട്ട് റെഡിയായി അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ സൈഡിൽ, അതായത് മെയിൻ എൻട്രൻസിലല്ല, അത് ചുറ്റി അമ്പലത്തിലേക്ക് വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് അവിടെ ഒരു പി.എൻ. പാർക്കിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. പക്ഷേ അമ്പലത്തിൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിനും നമുക്ക് പാർക്കിംഗ് ഉണ്ട്. അതേപോലെ കയറി ചെല്ലുമ്പോൾ തന്നെ ക്ലോക്ക് റൂം എല്ലാം ഉണ്ട്. നമ്മൾ സൈഡിൽ കൂടെ തന്നെ കയറിയ, പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുകൊണ്ടും ഞാൻ ഫ്രണ്ടിലൂടെ വന്നിട്ട് വീഡിയോ എടുത്തു. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണോ അതിന് ചെറിയൊരു രൂപം കാണാം. അതായത് കയറി വരുന്ന എൻട്രൻസിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് കടകളും കാര്യങ്ങളും, ഒരു ചെറിയ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് കയറി വരുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാ വിഗ്രഹങ്ങളും, ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ മയിൽപ്പീലി അവിടെ വരുന്ന മിക്കവരും അത് വാങ്ങിക്കലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ഈ തത്ത വെച്ചിട്ട് നോക്കത്തില്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തു. എനിക്ക് തത്തയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി. ആളോരോ കാർഡ് എടുത്ത് എറിയുക ചെയ്യുന്നത്, എന്നിട്ട് കയ്യിൽ കൊടുക്കുന്ന കാർഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇതെല്ലാം ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ചെയ്തതാണ്. പിന്നെ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെയാണ് കയറി വരുന്നത്. ഇവിടെ ഒരു ഇരിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അമ്പലം നിങ്ങൾക്കറിയാം, വളരെ പഴമയുള്ള അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാലുകെട്ട് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതായത് മതിലല്ല, പകരം അറകളുള്ള ഒരു നാലുകെട്ട്, അതിനുള്ളിലാണ് ക്ഷേത്രം വരുന്നത്, അതിനുള്ളിലാണ് കോവിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ ഇടത്ത് സൈഡിൽ ഒരു ഷോപ്പുണ്ട്. അവിടെയാണ് തൃക്കൈ വെണ്ണയും ത്രിമധുരവും മാലയൊക്കെ കിട്ടും. ഈ സെയിം ഇത് നമുക്ക് വാങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ വന്ന് റെസിപ്റ്റ് എടുക്കുക. കാരണം ഈ തൃക്കൈ വെണ്ണയും ത്രിമധുരവും നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് പൂജിച്ചിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, പൂജിക്കാതെ കൊണ്ടുവന്നിരുന്നവരുണ്ട്. പക്ഷെ നമ്മളിത് വാങ്ങി പൂജിച്ച് ഉണ്ണിക്കണ്ണനെ നീതിച്ചതിന് ശേഷം നമ്മൾ അതെടുക്കും. അപ്പോൾ അത് നമുക്കൊരു കുറച്ചും കൂടി ഒരു നല്ല അനുഭവമാണല്ലോ. അതിനുശേഷം നമ്മളൊരു തുളസിമാല കണ്ണന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ അവിടെ കൊടുത്താൽ മതി, അവിടെ വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ നമ്മൾ കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഷോപ്പിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ കയറുക. ഇങ്ങനെ ക്യൂ നിന്ന് കഴിഞ്ഞ്, ക്യൂ അല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുക, നമ്മൾ കയറുക. ഇതിപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് എത്തിയേക്കുന്ന വേറെ ഒന്നുമല്ല, ഭഗവാനെ നേദിക്കാനുള്ള പായസം നമ്മുടെ ഇവിടുന്ന് കലവറ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല, അവിടുന്ന് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശംഖൂതി മൂന്നാലല്ല അതിൽ കൂടുതൽ ചെമ്പിലാണ് കൊണ്ടുപോവുക. അത് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും ഇത് നട തുറക്കാൻ വേണ്ടിയിട്ട്. നട തുറന്ന് നമ്മളെ അകത്തേക്ക് കയറ്റി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ചോറൂണുണ്ടായിരുന്നു, അതേപോലെ തന്നെ തുലാഭാരം ഉണ്ടായിരുന്നു. എല്ലാം അമ്പലത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊക്കെ നമ്മൾ മുമ്പേ എല്ലാ അമ്പലത്തിലെ പോലെ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇത് നടക്കുന്നതിൻ്റെ കൂടെ നല്ല നാദസ്വരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനടുത്ത് തന്നെ കുളമുണ്ട്. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ, നല്ല രസമാണ്. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറേ നേരം ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഈ മീൻ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അതിലേക്ക് നോക്കിയിരുന്നത് നമുക്ക് എന്തോ ഒരു സമാധാനവും സന്തോഷം കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരാളെയും കൂടെ കൂട്ടിന് കിട്ടി. ആളവിടെ തന്നെ ഉള്ളതാണ്. ഞാൻ പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെണ്ണ കൊടുക്കാൻ നോക്കി. അപ്പോൾ ആൾക്കത് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. ആളത് കഴിച്ച് മടുത്ത് കിടക്കുമായിരിക്കും. പിന്നെ കുറേ നേരം കൂടി നമ്മളിങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം നമ്മൾ അമ്പലം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ചുറ്റും നടന്നു. അപ്പോൾ നമുക്ക് ആ പഴമയുടെ ഒരു ഇത് നമുക്ക് എല്ലായിടത്തും കാണാൻ
കാണാൻ പറ്റും. നല്ല ഭംഗിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ മെയിൻ്റനൻസ് ഇല്ലാത്തതാണോ എന്നറിയില്ല, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയിൽ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. പുറത്താണ് നമ്മുടെ ഗണപതി ഇരിക്കുന്നത് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തേങ്ങ ഉടയ്ക്കാനുള്ളത് ഒരിതുണ്ട്. അതേപോലെ നമുക്ക് മറ്റേ പുള്ളുവമ്പാട്ട് പാടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു, അവിടെ നമുക്കത് ചെയ്യിക്കാം. പുള്ളുവമ്പാട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് തൊട്ടിപ്പുറത്താണ് നമുക്ക് ഗുരുവായൂർ അമ്പലം മീൻസ് ഈ ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപം പോലെ വെച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലം പോകുന്നത് ആ വഴി കയറി അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭാഗത്തായിട്ട് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുരുവായൂർ നടയിലേക്കുള്ള വഴി എന്നുള്ളത്. അവിടെ പോയി നമ്മൾ ഗുരുവായൂരപ്പൻ്റെ രൂപമായിട്ട് ഇരിക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്ത് തന്നെ നമുക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗത്ത് നല്ല ശുദ്ധീകരിച്ച വെള്ളമാണുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നെങ്ങും പോയി ഒരു ബോട്ടിൽ വാങ്ങി കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ളതുണ്ട്. പിന്നെ ഈ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതിൻ്റെ സൈഡിലൂടി നമ്മൾ ആ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ കാണും. ഇവിടെയും നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഞങ്ങൾ കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കുളമുണ്ട്. പണ്ട് നമ്മൾ ഈ മലയാള ഹൊറർ മൂവീസിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കുളം. പക്ഷെ അത് മെയിൻറ്റൻഡ് അല്ല, അത് ഒരുപാട് ചീത്തയായി കിടക്കുന്നതാണ്. പക്ഷെ നല്ല രസമാണ്, കാണുമ്പോൾ ഒരു ഭീകരതയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുളം കാണുന്നത്. വളരെ ഭംഗിയാണ്, പക്ഷെ മെയിൻറ്റൈൻഡ് അല്ല. പക്ഷെ നല്ല രസമുണ്ട്, പുതിയൊരു അനുഭവമാണല്ലോ. ഈ കുളത്തിന് ഓപ്പോസിറ്റ് തന്നെയാണ് ഊട്ടുവര ഉള്ളത്. പക്ഷേ ഇപ്പോൾ അന്നദാനം നിർത്തലാക്കിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സ്പെഷ്യൽ ഡേയിലുണ്ടാവും. പിന്നെ നമ്മൾ അമ്പലപ്പുഴ ഈ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് ഈ സൈഡിലാണ് നമ്മൾ നിന്നിട്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിനുള്ള ഇത് കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്കിനും നമ്മുടെ തൃക്കൈ വെണ്ണി ത്രിമധുരം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ, പാൽപ്പായസവും തൃക്കൈ വെണ്ണി ത്രിമധുരവും. ഈ ത്രിമധുരം നല്ല ടേസ്റ്റ് ആട്ടോ, ഭയങ്കര മധുരമാണ്. അത് പഴവും കൂടെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അതും വെണ്ണയും ഒക്കെ ആയിട്ട് ആക്ച്വലി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വെണ്ണയെല്ലാം കൂടി ഞാൻ വാരി തന്നെയായിരുന്നു. അതിനുശേഷം ക്യൂ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു 10 മണി 10:30 ആയപ്പം ക്യൂവിൽ നിന്ന് നമുക്ക് പാൽപ്പായസത്തിനുള്ള റെസിപ്റ്റ് എടുക്കാനുള്ള ടൈമായി. അതെല്ലാം എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും അമ്പലം എത്ര വട്ടം ചുറ്റിയെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു നാദസ്വരത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നന്നേ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ആര്യാസിൻ്റെ ഒരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് ചപ്പാത്തി കഴിച്ച് ഞാൻ പക്ഷേ ചോറ് കഴിച്ചു. ഒന്നും പറയാനില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉള്ള ഫുഡെല്ലാം ഞാൻ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചാറിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാനുള്ള കൊതി ഉണ്ടായിരുന്നു. എനിക്കൊന്നും അതിൻ്റെ ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അച്ചാർ കൂട്ടിയിട്ട്. ഫുഡിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. നിങ്ങൾ അമ്പലപ്പുഴ പോവുകയാണെങ്കിൽ അമ്പലപ്പുഴ മെയിൻ ഗേറ്റിൻ്റെ എൻട്രൻസിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 3 മിനിറ്റ്സ് നടക്കാനുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അതും കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആവുന്നത് 1 മണിക്കാണ് കൊടുത്തു തുടങ്ങുന്നത്. കറക്റ്റ് 12:45 കഴിഞ്ഞപ്പോൾ തന്നെ പായസത്തിൻ്റെ ചെമ്പ് നമ്മുടെ കൗണ്ടറിലേക്ക് കൊണ്ടുവന്നു. മിനിമം നമ്മളൊരു 1000 രൂപ കയ്യിൽ വെക്കുക. അമ്പലത്തിൻ്റെ ഒരു കൗണ്ടറിലും ഗൂഗിൾ പേ വർക്കാവില്ല. അപ്പോൾ അത് വെക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ചെക്കനും ആ പച്ച ചുരിദാറിട്ട ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പായസവും തൃക്കൈ വെണ്ണയും ത്രിമധുരവും എല്ലാം കഴിച്ച് അമ്പലവും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.